എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നോക്കാം. Six of Pentacles, King of Cups, Three of Pentacles, Queen of Wands, Knight of Pentacles, Page of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ജീവിതത്തിൽ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പുറകോട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം സാമ്പത്തിക കാര്യങ്ങൾ സാധ്യതകൾ ഏറെ നിൽക്കുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. ഈ ഒരു സമയം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർ, ജോലിയിൽ നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് പ്രശ്നങ്ങൾ, അതായത് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു അപ്രിസിയേഷൻ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ള അന്തരീക്ഷമാണ് ജോലി സാഹചര്യത്തിലെങ്കിൽ അതിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. മാനസികമായിട്ടും ജോലിയിൽ സന്തോഷം തരുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് ട്രാൻസ്ഫർ സാധ്യതയുണ്ട്. ഇപ്പോൾ ദൂര സ്ഥലത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറിയാണ് നിങ്ങൾ നിൽക്കുന്നത് ജോലി സംബന്ധമായിട്ടെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങളുടെ വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്ന സാഹചര്യമാവും. സർക്കാർ ജോലിയിലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് ട്രാൻസ്ഫർ, പ്രൊമോഷൻ സാധ്യതകൾ. ബാങ്ക് ജോലിയിൽ നിൽക്കുന്നവർ, ബാങ്ക് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ജോലി സംബന്ധമായിട്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള ജോലി, ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് തരത്തിലുള്ള ജോലിയും, ഷെയർ ട്രേഡിംഗ്, മാർക്കറ്റിംഗ് രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഒരു ഉന്നമനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയിലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ബോണസ് എന്നൊക്കെ പറയുന്ന പോലെ അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ചില മാറ്റങ്ങൾ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അവിടെ റീസ്ട്രക്ചറിങ് കാര്യങ്ങളും ശമ്പള രീതിയിൽ മാറ്റങ്ങൾ, പൊതുവിൽ ശമ്പള വർധനവ്, ജോലി സ്ഥാപനത്തിലേക്കായിട്ട് ശമ്പള വർധനവ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ സാധ്യമാകുന്നു. നിങ്ങൾ ഇനി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എങ്കിൽ അതിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ചില ആളുകൾ ബിസിനസ് വിപുലീകരിക്കാനുള്ള അവസരം വരുന്നുണ്ട്. പുതിയ കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. അതേപോലെ യൂട്യൂബ് ഒരു അടിസ്ഥാന വരുമാനമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് വരുമാനം വളരെ അധികം കൂടുന്നുണ്ടാവാം. നിങ്ങൾ കൊളാബറേഷനും മറ്റു കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് സാധ്യതകളേറെ നിൽക്കുന്നുണ്ട്. ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ, ഒത്തിരി സാമ്പത്തികമായിട്ട് നല്ല ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് വോൺസ് എനർജിയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവെ പറയുകയാണെങ്കിൽ കുറച്ച് അതായത് എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്നൊരു രീതി. ഇപ്പോൾ നിങ്ങളുടെ അയൽവാസികളായിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ എന്തെങ്കിലും സംഘടനയുടെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ കുടുംബശ്രീ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ റിലീജിയസ് ആയിട്ടുള്ള ഇപ്പോൾ ക്ഷേത്രങ്ങളും പള്ളികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഘടനയോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലുമൊക്കെ ഭാരവാഹികളോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അധികാരസ്ഥാനം ചെറിയൊരു രീതിയിലാണെങ്കിൽ ഒരു അധികാരസ്ഥാനത്ത് നിൽക്കുന്നു, ഒരു ജോലിയായിട്ടല്ല മറിച്ചൊരു അധികാരസ്ഥാനത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ നാവ് ശ്രദ്ധിക്കുക പ്രത്യേകം എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള ഒരു കാര്യം. അതുപോലെ പൊതുവിൽ നിങ്ങൾ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. എല്ലാവരോടും തുറന്നു പറയേണ്ട ആവശ്യമില്ല. അയൽവാസികളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും എല്ലാവരോടും തുറന്ന് പങ്കുവയ്ക്കാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യമാണ്.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് സോട്സ് എനർജിയാണ്. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ട് ശരീരത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ചെറിയ അസുഖങ്ങളൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും അധികം സമയം, അതായത് ക്ഷീണം കുറച്ച് കൂടുതൽ തോന്നാം. പക്ഷേ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ചെറിയ രീതിയിൽ എഴുന്നേറ്റ് നടക്കാനും കുറച്ചൊന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കും. കാരണം എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ കിടന്നു കഴിയുമ്പോൾ പിന്നെ ക്ഷീണം, കിടന്ന് കൂടുതൽ സമയം കിടക്കാനോ റെസ്റ്റ് എടുക്കാനോ നോക്കുന്നുണ്ട്. അപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞിട്ട് കൂടുതൽ സമയം കിടക്കയിൽ തന്നെ ഇരിക്കുന്നത് ഒഴിവാക്കുക. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നതും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. വിദ്യാഭ്യാസ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൂടിയും വിദ്യാഭ്യാസപരമല്ലാത്ത കാര്യങ്ങളിൽ മറ്റ് ചില ആക്ടിവിറ്റീസിലൊക്കെ ഇപ്പോൾ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രതികരണശേഷി വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പഠനമല്ലാതെയുള്ള അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ആവശ്യമുള്ള ചില കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് ആവശ്യത്തിൽ കവിഞ്ഞ് നമ്മൾ അതിൽ ഇടപെടുമ്പോൾ അത് അനാവശ്യമായിട്ട് മാറുമ്പോൾ അത് നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നിങ്ങൾ ഏതിലാണ് ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. എന്നാലും കൂടുതൽ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിച്ച് മറ്റ് കാര്യങ്ങളിൽ അധികം ഇടപെടാതെ മാറി നിൽക്കുന്നതായിരിക്കും പൊതുവേ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 3 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചുകൂടി മറ്റുള്ളവർ നിങ്ങളെ, അതായത് നിങ്ങൾ കൃഷി അല്ലെങ്കിൽ കൂട്ട് ബിസിനസ്സിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുക. ഒരാൾ തന്നെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് തന്നെ എല്ലാവരും കേൾക്കണം എന്നുള്ളൊരു ഇതിൽ പോകാതെ മറ്റുള്ളവർ പറയുന്നതിൽ കാര്യമുണ്ട് എങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുക കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളൊരു ഡിക്റ്റേറ്ററായിട്ട് മറ്റുള്ളവർക്ക് തോന്നാൻ ഇടവരുത്താതിരിക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്നതായിരിക്കും ശരി, പക്ഷെ മറ്റേയാൾ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടത് നെഗറ്റീവായിട്ട് പറയാതിരിക്കുക. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൂടുതൽ നിങ്ങൾക്കൊരു ധാർഷ്ട്യമൊക്കെ ഉള്ളതായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം. അപ്പോൾ സംസാര രീതികൾ, വാക്കുകൾ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. ചില വാക്കുകൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വാക്ക് എന്താണോ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ കുറച്ച് വളരെ നിങ്ങൾ കുറച്ച് ആ കാര്യത്തിൽ പുതിയൊരാളാണ് അല്ലെങ്കിൽ യുവർ നെയ്ബ് എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ അറിവില്ല എന്നുള്ള രീതിയിലേക്ക്, ഇഗ്നോറൻസ് എന്നുള്ള രീതിയിലേക്കോ, അല്ലെങ്കിൽ അത് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു വാക്ക് തന്നെ, ഒരു വാചകം തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് പറയാം, അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലും പറയാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ജോലി സംബന്ധമായിട്ട് വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് യാത്രകൾ ഒത്തിരി നടത്തേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് നടത്തുന്ന യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. മാനസികമായിട്ടും ഒത്തിരി അവസരങ്ങൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ചില അവസരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനൊരു ഉപാധിയായിട്ട് യാത്രകൾ നിങ്ങൾക്ക് സഹായകരമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് പലയിടങ്ങളിലും ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ലഭിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മേലധികാരികളിൽ നിന്നുള്ള സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കാനുള്ള അവസരങ്ങളും മറ്റുമൊക്കെ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പൊതുവിൽ നിങ്ങളൊരു കുറച്ച് ധാർഷ്ട്യമൊക്കെ ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, സംസാര രീതി ശ്രദ്ധിച്ചാൽ മാത്രം മതി.
വേറെ ഉള്ള കാര്യങ്ങളിലൊക്കെ പൊതുവേ നല്ലൊരു സമയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.